വിജയത്തിന്റെ ശില്പികൾ ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. ഇപ്പം ഇന്നത്തെ നിർണായകമായ യോഗം ചേരുകയാണ്. അതിനു മുമ്പ് അല്ല, AICC നിയോഗിച്ച നിരീക്ഷകർ അവർ ഇന്നലെ എത്തിക്കഴിഞ്ഞു. അവർ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. 10:30 പാർലമെന്റ് പാർട്ടി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം AICCക്ക് റിപ്പോർട്ട് കൊടുക്കും. UDF നേതാക്കളുമായി ആശയവിനിമയം നടത്തും. AICCക്ക് ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുന്നത്. MLA-മാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തീരുമാനം? അതൊന്നും എനിക്കറിയില്ല. അതൊന്നും പറയാൻ എനിക്കറിയില്ല. അതല്ല, ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. MP-മാർ മത്സരിക്കേണ്ട എന്ന് നേരത്തെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ട് ഇപ്പോൾ? ഇല്ല, ഹൈക്കമാൻഡിന്റെ തീരുമാനം എപ്പോഴും മാറാം. ഹൈക്കമാൻഡിന് തീരുമാനങ്ങൾ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ അതിൻ്റെ സാഹചര്യമനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡിനോട് ഒരു തീരുമാനം തന്നെ ഉറച്ചിരിക്കണമെന്ന് ആർക്കും പറയാൻ കഴിയും. ഒരു പാർട്ടി എന്ന നിലയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും പ്രാധാന്യം അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ഹൈക്കമാൻഡ് ചോദ്യം ചെയ്യാൻ ഹൈക്കമാൻഡ് ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഹൈക്കമാൻഡ് എല്ലാത്തിനും അന്തിമം. ജനവികാരം കണക്കിലെടുക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കമാൻഡ് ഇതെല്ലാം പരിശോധിച്ചായിരിക്കും. പബ്ലിക് ഒപ്പീനിയൻ വലിയ രീതിയിൽ VD സതീശന് അനുകൂലമായി സോഷ്യൽ മീഡിയയിലും പുറത്തും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമല്ല. അത് പാർട്ടി കാണണ്ടേ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഹൈക്കമാൻഡ് ഇതെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും തീരുമാനം. സതീശൻ പറഞ്ഞത് മിന്നും വിജയം പാർട്ടി ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചു. അങ്ങനെ ഒരു മിന്നും വിജയത്തിന്റെ അർഹൻ സതീശനാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം, ഈ വിജയത്തിന്റെ ശില്പികൾ ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല.